ഹായ് ഫ്രണ്ട്സ്, ട്രാൻസ്ഫോമറിൻ്റെ പാഠഭാഗങ്ങൾ ഏകദേശം പൂർത്തിയായി. അപ്പോൾ നമുക്കിനി റിവിഷനിലേക്ക് കടക്കാം. കുറച്ച് ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ഫോർ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ? അതായത് നമ്മളൊരു ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷനിൽ ഏത് ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമർ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ റിംഗ് കോർ ട്രാൻസ്ഫോമർ, ഓപ്ഷൻ ബി ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമർ, ഓപ്ഷൻ സി സിലിക്കൺ സ്റ്റീൽ കോർ ട്രാൻസ്ഫോമർ, ഓപ്ഷൻ ഡി ഗ്രെയിൻ ഓറിയൻറ്റഡ് കോർ ട്രാൻസ്ഫോമർ. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ബി ആണ്, ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് ദ വോൾട്ടേജ് റെഗുലേഷൻ ഇൻ പെർസെൻറ്റേജ് ഓഫ് ദി ട്രാൻസ്ഫോമർ if the no load voltage is 240 volt and full load voltage is 220 volt. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വോൾട്ടേജ് റെഗുലേഷൻ കണ്ടുപിടിക്കാനാണ്. ഇൻ പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ നമുക്കിവിടെ തന്നിട്ടുള്ളത് നോ ലോഡ് വോൾട്ടേജ് തന്നിട്ടുണ്ട് 240 വോൾട്ട്. ഓക്കെ, അതുപോലെ ഫുൾ ലോഡ് വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട് 220 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ ആ ട്രാൻസ്ഫോമറിൻ്റെ പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ 7.2%, ഓപ്ഷൻ ബി 8.3%, ഓപ്ഷൻ സി 8.71%, ഓപ്ഷൻ ഡി 9.09%. ഓക്കെ, അപ്പോൾ നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ്റെ ഇക്വേഷൻ ഉണ്ട്. അതായത് പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ ഇസ് ഈക്വൽ ടു വി നോ ലോഡ് മൈനസ് വി ഫുൾ ലോഡ് ഡിവൈഡഡ് ബൈ വി ഫുൾ ലോഡ് ഇൻറ്റു 100. ഇതാണ് നമുക്ക് പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ നോ ലോഡ് വോൾട്ടേജ് തന്നിട്ടുണ്ട് 240 വോൾട്ട്, അതുപോലെ ഫുൾ ലോഡ് വോൾട്ടേജ് 220 വോൾട്ട്. അത് നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ ഇസ് ഈക്വൽ ടു 240 മൈനസ് 220 ഡിവൈഡഡ് ബൈ 220 ഇൻറ്റു 100. സോ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ 9.09% എന്ന് വരും. ഓക്കെ, so here correct answer is option D, 9.09%. Okay, then third question നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യൂസിങ് ലാമിനേറ്റഡ് കോർ ഇൻ ട്രാൻസ്ഫോമർ? അതായത് നമ്മളൊരു ട്രാൻസ്ഫോമറിൽ ലാമിനേറ്റഡ് കോർ ഉപയോഗിക്കുന്നതിൻ്റെ പർപ്പസ് എന്താണ്? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ റെഡ്യൂസ് കോപ്പർ ലോസ് കുറയ്ക്കാൻ, ഓപ്ഷൻ ബി റെഡ്യൂസ് ഹിസ്റ്റെറിസിസ് ലോസ് കുറയ്ക്കാൻ, ഓപ്ഷൻ സി റെഡ്യൂസ് മെക്കാനിക്കൽ ലോസ് കുറയ്ക്കാൻ, ഓപ്ഷൻ ഡി റെഡ്യൂസ് എഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് ലാമിനേറ്റഡ് കോർ, എന്തിനാണ് ലാമിനേഷൻ കൊടുക്കുന്നത് കോറിന്? ഓക്കെ, സോ ഹിയർ നമുക്ക് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്, റെഡ്യൂസ് എഡി കറണ്ട് ലോസ്. നമുക്ക് എഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ലാമിനേറ്റഡ് കോർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4: വിച്ച് ലോസ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്? നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ഏത് ലോസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻ എ കോപ്പർ ലോസ്, ഓപ്ഷൻ ബി വിൻറ്റേജ് ലോസ്, ഓപ്ഷൻ സി ഹിസ്റ്റെറിസിസ് ലോസ്, ഓപ്ഷൻ ഡി എഡി കറണ്ട് ലോസ്. അപ്പോൾ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ ആണ്. കോപ്പർ ലോസ് കണ്ടുപിടിക്കാനാണ് നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്, അല്ലെങ്കിൽ നമ്മളിതിനെ ഷോർട്ടായിട്ട് SC ടെസ്റ്റ് എന്നും പറയും. ഓക്കെ, അപ്പോൾ SC ടെസ്റ്റ് ഉപയോഗിക്കുന്നത് കോപ്പർ ലോസ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5: വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് കൺസർവേറ്റർ ഇൻ ട്രാൻസ്ഫോമർ? ഒരു ട്രാൻസ്ഫോമറിൽ കൺസർവേറ്ററിൻ്റെ ഫങ്ഷൻ എന്താണ്? ഓപ്ഷൻ എ പ്രിവെൻറ്റ്സ് ദ മോയ്സ്ചർ എൻട്രി, അതായത് മോയ്സ്ചർ എൻട്രി ചെയ്യുന്നതിനെ തടഞ്ഞു വെക്കാൻ, പ്രിവെൻറ്റ് ചെയ്യാൻ. ഓപ്ഷൻ ബി ട്രാൻസ്ഫേഴ്സ് ദ ഹീറ്റ് ടു അറ്റ്മോസ്ഫിയർ, ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന ഹീറ്റിനെ അറ്റ്മോസ്ഫിയറിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ.
ഓപ്ഷൻ സി അലോസ് ടു റിലീസ് ഇൻറ്റേർണൽ പ്രഷർ, അതായത് നമുക്ക് ട്രാൻസ്ഫോമറിനകത്തുണ്ടാകുന്ന ഇൻറ്റേർണൽ പ്രഷറിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓപ്ഷൻ ഡി അലോസ് എക്സ്പാൻഷൻ ഓഫ് ഓയിൽ ലെവൽ ഡ്യൂ ടു ലോഡ്, നമുക്ക് ലോഡ് കാരണം ഉണ്ടാകുന്ന ഓയിൽ ലെവലിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അലോസ് എക്സ്പാൻഷൻ ഓഫ് ഓയിൽ ലെവൽ ഡ്യൂ ടു ലോഡ്. ഓക്കെ, കൺസർവേറ്റർ ടാങ്ക്, നമ്മുടെ മെയിൻ ടാങ്കിൻ്റെ മുകളിൽ കാണുന്ന ആ ഒരു ടാങ്കാണ് കൺസർവേറ്റർ ടാങ്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫങ്ഷനാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ കറക്റ്റ് ആൻസർ 5D ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6, വിച്ച് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ക്രാക്കിൾ ടെസ്റ്റ് ഓഫ് ട്രാൻസ്ഫോമർ ഓയിൽ. അതായത് നമ്മൾ താഴെ പറയുന്ന ഏതാണ് ക്രാക്കിൾ ടെസ്റ്റ്, ട്രാൻസ്ഫോമർ ഓയിലിന് കൊടുക്കുന്ന ടെസ്റ്റാണ് ക്രാക്കിൾ ടെസ്റ്റ്. അതിൽ നമ്മൾ ഈ ക്രാക്കിൾ ടെസ്റ്റ് നടത്തിയിട്ട് ഏതിനെ ഡിറ്റർമൈൻ ചെയ്യാനാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അസിഡിറ്റി, ഓപ്ഷൻ ബി മോയ്സ്ചർ, ഓപ്ഷൻ സി വിസ്കോസിറ്റി, ഓപ്ഷൻ ഡി ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. നമുക്കിവിടെ ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ ക്രാക്കിൾ ടെസ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, മോയ്സ്ചറിനെ ഡിറ്റർമൈൻ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ താഴെ പറഞ്ഞിട്ടുള്ള അതായത് നമുക്ക് കുറേ ട്രാൻസ്ഫോമറിൻ്റെ പെർഫോമൻസ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ടെസ്റ്റുകൾ പറയുന്നത്. ഓക്കെ, അതിൽ അസിഡിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ അസിഡിറ്റി ടെസ്റ്റ് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ ഫീൽഡ് ടെസ്റ്റാണ് നമുക്ക് വിസ്കോസിറ്റി കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ദെൻ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ടെസ്റ്റാണ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് കാണാൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രാക്കിൾ ടെസ്റ്റാണ് ജസ്റ്റ് ഒരു വേറൊരു പേരായിട്ട് കാണുന്നത്. അപ്പോൾ ക്രാക്കിൾ ടെസ്റ്റ് നമുക്ക് മോയ്സ്ചർ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ദെൻ നമുക്ക് 7th ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു മേക്ക് കോർ ഓഫ് പവർ ട്രാൻസ്ഫോമർ. നമ്മളൊരു പവർ ട്രാൻസ്ഫോമറിൻ്റെ കോറ് മേക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് മെറ്റീരിയലാണ്, താഴെ പറഞ്ഞിട്ടുള്ള ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ സോഫ്റ്റ് അയൺ, ഓപ്ഷൻ ബി റോൾഡ് സ്റ്റീൽ, ഓപ്ഷൻ സി കോപ്പർ അലോയ്, ഓപ്ഷൻ ഡി കോൾഡ് റോൾഡ് ഗ്രെയിൻ ഓറിയൻറ്റഡ്. നമുക്കിവിടെ ചോദിച്ചിട്ടുള്ള ഒരു പവർ ട്രാൻസ്ഫോമറിൻ്റെ കോറ് ഉണ്ടാക്കുന്ന മെറ്റീരിയലാണ്. ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കോൾഡ് റോൾഡ് ഗ്രെയിൻ ഓറിയൻറ്റഡ് ആണ്, CRGO എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയും. ഓക്കെ, ദെൻ നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ദി മോയ്സ്ചർ ഈസ് കൺട്രോൾഡ് ഇൻ ബ്രീത്തർ ഫിറ്റഡ് ഓൺ പവർ ട്രാൻസ്ഫോമർ. നമുക്കൊരു പവർ ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്തിട്ടുള്ള ബ്രീത്തറിൽ എങ്ങനെയാണ് മോയ്സ്ചറിനെ കൺട്രോൾ ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രീത്തർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നോസ് പോലെ എന്താ പറയുക ട്രാൻസ്ഫോമറിൽ ഉള്ള ഒരു പാർട്ടാണ് ബ്രീത്തർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രീത്തർ വഴിയാണ് നമുക്ക് ആക്ച്വലി ട്രാൻസ്ഫോമറിലേക്ക് നമ്മുടെ എയർ വരുന്നതും പുറത്തേക്ക് പോകുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അവിടെ അപ്പോൾ ആ വരുന്ന എയറിൽ എന്തുണ്ടാകാം, നമുക്ക് മോയ്സ്ചർ കണ്ടൻ്റൊക്കെ ഉണ്ടാകാം. ഓക്കെ, അപ്പം അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ബ്രീത്തറിൽ, ഈ ട്രാൻസ്ഫോമറിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ബ്രീത്തറിൽ നമ്മൾ എങ്ങനെയാണ് ആ മോയ്സ്ചറിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ യൂസിങ് സിലിക്ക ജെൽ, ഓപ്ഷൻ ബി യൂസിങ് ട്രാൻസ്ഫോമർ ഓയിൽ, ഓപ്ഷൻ സി യൂസിങ് സോഡിയം ക്ലോറൈഡ്, ഓപ്ഷൻ ഡി യൂസിങ് അമോണിയം ജെല്ലി. അപ്പോൾ നമുക്കിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ സിലിക്ക ജെല്ലാണ് നമ്മൾ ട്രാൻസ്ഫോമറിൽ ബ്രീത്തറിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് യൂസിങ് സിലിക്ക ജെല്ലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്മൾ ഒരു പ്യുവർ ഫോമിലാണെങ്കിൽ നമുക്ക് സിലിക്ക ജെല്ലിൻ്റെ കളറ് ബ്ലൂ കളറാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അപ്പോൾ നിങ്ങളത് ഓർക്കാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് പ്യുവർ സിലിക്ക ജെല്ലിൻ്റെ കളറ് ബ്ലൂ ആണ്. അപ്പോൾ നിങ്ങളത് ഓർക്കാൻ വേണ്ടിയിട്ട് ഈ ബി എന്ന ലെറ്റർ ഓർക്കുക. ഓക്കെ, ബ്രീത്തറിൻ്റെ ബി, ബ്ലൂ കളറിൻ്റെ ബി. ഓക്കെ, അപ്പോൾ നമുക്ക് പ്യുവർ സിലിക്ക ജെൽ, അതായത് നമുക്ക് ഫാൾട്ടൊന്നും ഇല്ലാത്ത, മോയ്സ്ചറൊന്നും അധികം വരാത്ത സിലിക്ക ജെല്ലിൻ്റെ കളറ് പെയിൽ ബ്ലൂ കളറാണ് ഉണ്ടാവുക. ഓക്കെ, അത് പിന്നെ ഫോൾട്ടി കണ്ടീഷൻ ആകുമ്പോൾ അല്ലെങ്കിൽ മോയ്സ്ചർ കുറേ വന്നിട്ട് മോയ്സ്ചർ കുറേ അബ്സോർബ് ചെയ്തിട്ട് ഉള്ള കണ്ടീഷനിലാണ് അത് എന്താ പറയുക വേറെ പിങ്ക് കളറിലേക്ക് മാറുന്നത്. ഓക്കെ, അപ്പോൾ പ്യുവർ ഫോമിൽ ബ്രീത്തറിലുള്ള സിലിക്ക ജെല്ലിൻ്റെ കളറ് ബ്ലൂ കളറാണെന്ന് ഓർക്കുക. അതും ഒരു ക്വസ്റ്റ്യനാണ്, ഏത് കളറിൽ നിന്ന് ഏത് കളറിലേക്കാണ് ചേഞ്ച് ആവുന്നതെന്നൊക്കെ നമ്മൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക.
ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. വിച്ച് കണ്ടീഷൻ ഈസ് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ഫോർ പാരലൽ ഓപ്പറേഷൻ ഓഫ് 2 ട്രാൻസ്ഫോമർ? അപ്പോൾ നമുക്ക് 2 ട്രാൻസ്ഫോമറിൻ്റെ പാരലൽ ഓപ്പറേഷന് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ആയിട്ട് നിർബന്ധമായിട്ട് അത്രയും നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള കണ്ടീഷൻ എന്താണ് എന്നാണ് പറയുന്നത്. പാരലൽ ഓപ്പറേഷൻ. ഓക്കെ, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ട്രാൻസ്ഫോമറിൻ്റെ പാരലൽ ഓപ്പറേഷൻ. അപ്പോൾ ഓപ്ഷൻ എ നേച്ചർ ഓഫ് ലോഡ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ലോഡ്. ഓക്കെ, ദെൻ ഓപ്ഷൻ ബി ടൈപ്പ് ഓഫ് കൂളിംഗ്, ഓപ്ഷൻ സി ഫേസ് സീക്വൻസ്, ഓപ്ഷൻ ഡി ക്ലാസ് ഓഫ് ഇൻസുലേഷൻ യൂസ്ഡ്. അപ്പോൾ നമുക്ക് അവിടെ ലോഡിൻ്റെ നേച്ചറാണോ, അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന കൂളിങ്ങിൻ്റെ ടൈപ്പിനെ ബേസ് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ ഫേസ് സീക്വൻസ് ആണോ നോക്കേണ്ടത്, അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഇൻസുലേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ക്ലാസ് ഓഫ് ഇൻസുലേഷനൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഫേസ് സീക്വൻസ് ആണ് നമുക്കിവിടെ പാരലൽ ഓപ്പറേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഉണ്ടാകേണ്ട ഒരു കണ്ടീഷൻ പറയുന്നത്. ഫേസ് സീക്വൻസ് സെയിം ആയിരിക്കണം. Okay, then question number 10. Why the core of current transformer is having low reactance and low core losses? അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് കറണ്ട് ട്രാൻസ്ഫോമർ അഥവാ നമ്മൾ CT എന്നാകും പറയാം. ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ 2 ടൈപ്പാണ്, CT ആൻഡ് PT, കറണ്ട് ട്രാൻസ്ഫോമർ ആൻഡ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഈ കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ കോറിന് നമുക്ക് പറയുന്നത് ഹാവിങ് ലോ റിയാക്ടൻസ് കുറവാണ്, അതുപോലെ ലോ കോർ ലോസസും കുറവായിരിക്കണം എന്നത് എന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ ടു മിനിമൈസ് ദ ബേർഡൻ, അതിനകത്ത് ആ ട്രാൻസ്ഫോമറിലേക്ക് വരുന്ന ഒരു ബേർഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓപ്ഷൻ ബി ടു മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട്, നമുക്കൊരു കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ടിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്. ഓപ്ഷൻ സി ടു പ്രിവെൻറ്റ് ഹൈ സ്റ്റാറ്റിക് ഷീൽഡ്, അതിനകത്ത് നിന്ന് ഹൈ സ്റ്റാറ്റിക് ഷീൽഡിനെ പ്രിവെൻറ്റ് ചെയ്യാൻ. ഓപ്ഷൻ ഡി ടു മിനിമൈസ് ദ എറർ ഇൻ റീഡിങ്, ആ റീഡിങ്ങിനുണ്ടാകുന്ന എററിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനാണ് CTയിൽ ലോ റിയാക്ടൻസ് ആൻഡ് ലോ കോർ ലോസസ് ഉണ്ടായിരിക്കണം എന്ന് പറയണത്? ഓക്കെ, അതിൻ്റെ കോറിന്. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ടു മിനിമൈസ് ദ എറർ ഇൻ റീഡിങ്. അപ്പോൾ റീഡിങ്ങിലുള്ള എറർ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് CTയുടെ കോറ് ലോ റിയാക്ടൻസ് ലോ കോർ ലോസസ് ആയിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11. What is the condition for obtaining maximum efficiency from ട്രാൻസ്ഫോമർ? നമുക്കൊരു ട്രാൻസ്ഫോമറിൽ നിന്ന് മാക്സിമം എഫിഷ്യൻസി കിട്ടണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട കണ്ടീഷൻ. മാക്സിമം എഫിഷ്യൻസി കണ്ടീഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അത് ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ആ ഒരു മാക്സിമം എഫിഷ്യൻസി കണ്ടീഷൻ എന്താണ് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ ഓപ്ഷൻ എ കോപ്പർ ലോസ് ഗ്രേറ്റർ ദാൻ അയൺ ലോസ്, അതായത് കോപ്പർ ലോസ് അയൺ ലോസിനേക്കാളും കൂടുതലായിരിക്കണം. ഓപ്ഷൻ ബി കോപ്പർ ലോസ് ലെസ് ദാൻ അയൺ ലോസ്, കോപ്പർ ലോസ് അയൺ ലോസിനേക്കാളും ചെറുതായിരിക്കണം. ഓപ്ഷൻ സി കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു അയൺ ലോസ്, കോപ്പർ ലോസും അയൺ ലോസും ഈക്വൽ ആയിരിക്കണം. ഓപ്ഷൻ ഡി കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു എഡി കറണ്ട് ലോസ്, കോപ്പർ ലോസ് എഡി കറണ്ട് ലോസിന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ പറയുന്നത് ഓപ്ഷൻ സി ആണ്, കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു അയൺ ലോസ്. അയൺ ലോസും കോപ്പർ ലോസും ഈക്വൽ ആകുമ്പോഴാണ് മാക്സിമം എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അല്ലെങ്കിൽ നമുക്കിതിന് വേറെ പേര്, അതായത് കോപ്പർ ലോസിന് നമ്മൾക്ക് വേരിയബിൾ ലോസ് അല്ലെങ്കിൽ I²R ലോസ് എന്നൊക്കെ പറയും. കോപ്പർ ലോസിന് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ലോസ് എന്നും പറയും. ഓക്കെ, അതേപോലെ നമുക്ക് അയൺ ലോസിൻ്റെ വേറെ പേരുകളാണ് കോൺസ്റ്റൻറ്റ് ലോസ്, കോർ ലോസ്, മാഗ്നറ്റിക് ലോസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അയൺ ലോസിൻ്റെ വേറെ. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരു കോപ്പർ ലോസ് ഈക്വൽ ടു അയൺ ലോസ് എന്ന് പറയുന്നതിന് പകരം വേരിയബിൾ ലോസ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ലോസ്, അല്ലെങ്കിൽ വേരിയബിൾ ലോസ് ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ലോസ്, അല്ലെങ്കിൽ കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു കോർ ലോസ്, അങ്ങനെയൊക്കെ നമുക്ക് ഓപ്ഷൻസ് വരാം. ഓക്കെ, അപ്പോൾ ആ വേറെ നെയിമുകളും ശ്രദ്ധിക്കണം. ഇനി നമുക്കിവിടെ പറഞ്ഞിട്ടുള്ള ഈ അയൺ ലോസിൻ്റെ 2 ടൈപ്പാണ് ആക്ച്വലി എഡി കറണ്ട് ലോസും പിന്നെ ഒരെണ്ണം ഹിസ്റ്റെറിസിസ് ലോസ് എന്നും പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 12. What is the function of top float switch of Buchholz relay in transformer? അപ്പോൾ ട്രാൻസ്ഫോമറിലുള്ള ഒരു റിലേ ആണ് ബുക്ക്ഹോൾസ് റിലേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 2 ഫ്ലോട്ടൊക്കെ അതിനകത്തുണ്ട്, ടോപ്പ് ഫ്ലോട്ട് ബോട്ടം ഫ്ലോട്ടൊക്കെ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ആ ടോപ്പ് ഫ്ലോട്ട് സ്വിച്ചിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ട്രാൻസ്ഫോമറിലെ ബുക്ക്ഹോൾസ് റിലേയിൽ ഉണ്ടാകുന്ന ആ ടോപ്പ് ഫ്ലോട്ട് സ്വിച്ചിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ.
ഓക്കെ, ദെൻ ഓപ്ഷൻ എ ആക്ടിവേറ്റ് ഇൻ മോയ്സ്ചർ പ്രസൻസ്, അതായത് മോയ്സ്ചർ പ്രസൻസ് ആകുമ്പോൾ ആക്ടിവേറ്റ് ആകാൻ. ഓപ്ഷൻ ബി ആക്ടിവേറ്റ് അറ്റ് ഓവർലോഡിംഗ് കണ്ടീഷൻ, ഓവർലോഡിംഗ് കണ്ടീഷനിൽ ആക്ടിവേറ്റ് ആകാൻ. ഓപ്ഷൻ സി ആക്ടിവേറ്റ് അറ്റ് ഓപ്പൺ സർക്യൂട്ട് കണ്ടീഷൻ, ഓപ്പൺ സർക്യൂട്ട് കണ്ടീഷൻ വരുമ്പോൾ ആക്ടിവേറ്റ് ആകാൻ. ഓപ്ഷൻ ഡി ആക്ടിവേറ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻ, ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിൽ ആക്ടിവേറ്റ് ആകാൻ. ഇത്രയാണ് നമുക്ക് ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ പറയുന്ന ഓപ്ഷൻ ബി ആണ്, ആക്ടിവേറ്റ് അറ്റ് ഓവർലോഡിംഗ് കണ്ടീഷൻ. ഓവർലോഡിംഗ് കണ്ടീഷനിൽ ആക്ടിവേറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ബുക്ക് ഹോൾസ് റിലേയിലെ ടോപ്പ് ഫ്ലോട്ട് സ്വിച്ച് കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ ഫങ്ഷൻ. ഓക്കെ, ഓവർലോഡിംഗ് കണ്ടീഷനിൽ ആക്ടിവേറ്റ് ആകാൻ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 13. Why the load is disconnected before the offload tap changing operation, അതായത് ഒരു ഓഫ്ലോഡ് ടാപ്പ് ചേഞ്ചിങ് ഓപ്പറേഷൻ്റെ മുന്നേ നമ്മൾക്ക് ലോഡ് ഡിസ്കണക്റ്റ് ആക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഓക്കെ, ഓപ്ഷൻ എ ടു ഡിസ്കണക്ട് ദ ടാപ്പിംഗ് ഫ്രം ന്യൂട്രൽ പോയിന്റ്, അതായത് ആ ഒരു ന്യൂട്രൽ പോയിന്റ് നിന്ന് ടാപ്പിങ്സിനെ ഡിസ്കണക്ട് ചെയ്യാൻ, ന്യൂട്രൽ പോയിന്റ് നിന്ന് ഡിസ്കണക്ട് ചെയ്യാൻ, ടാപ്പിങ്സിനെ ഡിസ്കണക്ട് ചെയ്യാൻ. ഓപ്ഷൻ ബി ടു ഡിസ്കണക്ട് ദ മൂവിംഗ് കോണ്ടാക്ട് ഓഫ് ദി ഡൈവേർട്ട്, ഡൈവേർട്ട് തന്നെ മൂവിംഗ് കോണ്ടാക്റ്റിനെ ഡിസ്കണക്ട് ചെയ്യാൻ. ഓപ്ഷൻ സി ടു അവോയ്ഡ് ഹെവി സ്പാർക്കിംഗ് അറ്റ് ദ കോണ്ടാക്ട് പോയിന്റ്സ്, കോണ്ടാക്ട് പോയിന്റ്സിൽ ഉണ്ടാകുന്ന ഹെവി സ്പാർക്കിങ്ങിനെ ഒഴിവാക്കാൻ, അവോയ്ഡ് ചെയ്യാൻ. ഓപ്ഷൻ ഡി പറയുന്നത് ടു പ്രൊവൈഡ് ആൻ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ഫോർ ദ വൈൻഡിങ്സ്, ആ വൈൻഡിങ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഇലക്ട്രിക്കൽ ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് എന്തിനാണ് ആ ലോഡിനെ ഡിസ്കണക്ട് ചെയ്യുന്നത് ബിഫോർ ആ ഒരു ഓഫ് ലോഡ് ടാപ്പ് ചേഞ്ചിങ് ഓപ്പറേഷൻ്റെ മുന്നേ. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ നമുക്ക് ഓപ്ഷൻ സി ആണ്, ടു അവോയ്ഡ് ഹെവി സ്പാർക്കിംഗ് അറ്റ് കോണ്ടാക്ട് പോയിന്റ്സ്. കോണ്ടാക്ട് പോയിന്റ്സിൽ ഉണ്ടാകുന്ന ഹെവി സ്പാർക്കിങ്ങിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ലോഡിനെ ഡിസ്കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 14. വിച്ച് ടൈപ്പ് ഓഫ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ആൻ ഐഡിയൽ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ? ഒരു ഐഡിയൽ ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിൽ ഏത് ടൈപ്പ് EMF ആണ് ഇൻഡ്യൂസ് ആകുന്നത്? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF, ഓപ്ഷൻ ബി മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF, ഓപ്ഷൻ സി സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF, ഓപ്ഷൻ ഡി ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഒരു ഐഡിയൽ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ, അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്നാ. ചുമ്മാ നിങ്ങൾ എന്താ പറയുക, നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ തരുന്നത്. നമുക്ക് എന്തായാലും കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 15. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റെപ്പ്ഡ് കോർ അറേഞ്ച്മെൻറ്റ് ഇൻ ലാർജർ ട്രാൻസ്ഫോമർ? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്കൊരു ലാർജർ ട്രാൻസ്ഫോമറിൽ സ്റ്റെപ്പ്ഡ് കോർ അറേഞ്ച്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഓക്കെ, സ്റ്റെപ്പ്ഡ് കോർ അറേഞ്ച്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ലാർജർ ട്രാൻസ്ഫോമറിൽ സ്റ്റെപ്പ്ഡ് കോർ അറേഞ്ച്മെൻറ്റിൻ്റെ ഗുണം അല്ലെങ്കിൽ അഡ്വാൻറ്റേജ്. അപ്പോൾ ഓപ്ഷൻ എ മിനിമൈസ് കോപ്പർ യൂസ്, നമുക്ക് കോപ്പർ യൂസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓപ്ഷൻ ബി റെഡ്യൂസസ് ഹിസ്റ്ററിസിസ് ലോസ്, ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കാൻ. ഓപ്ഷൻ സി റെഡ്യൂസസ് എഡി കറണ്ട് ലോസസ് കുറയ്ക്കാൻ. ഓപ്ഷൻ ഡി റെഡ്യൂസസ് ദി സ്പേസ് ഫോർ കോറിനുള്ള സ്പേസ് കുറയ്ക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചോദിച്ചാൽ ഒരു ലാർജർ ട്രാൻസ്ഫോമറിൽ സ്റ്റെപ്പ്ഡ് കോർ അറേഞ്ച്മെൻറ്റ് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഹിയർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, മിനിമൈസ് കോപ്പർ യൂസ്. നമുക്ക് അതിനകത്തുള്ള കോപ്പർ യൂസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ സ്റ്റെപ്പ്ഡ് കോർ അറേഞ്ച്മെൻറ്റ് കൊടുക്കുന്നത് ലാർജർ ട്രാൻസ്ഫോമറിൽ. അതുപോലെ തന്നെ കോപ്പർ ലോസും കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.